നമസ്കാരം. സക്സസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ടൈം ആൻഡ് വർക്കിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള പൈപ്പ് ആൻഡ് സിസ്റ്റംസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 2024 CGL ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 80% ചോദ്യങ്ങളും വളരെ ഈസി ആയിട്ടുള്ള ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി ഒരു 20% മാത്രമാണ് കുറച്ച് നമുക്ക് വായിച്ച് അതിൽ നിന്ന് ചെയ്യാനുള്ള ടൈപ്പ് വരുന്നത്. ഓക്കെ, ഈസിയാണ്, താരതമ്യേന ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇതിൽ നിന്ന് വന്നിട്ടുള്ളത്. സോ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. സോ അതിന് മുന്നേ 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ സക്സസ് അക്കാഡമി കൊച്ചിയുടെ ഒഫീഷ്യൽ ചാനലാണിത്. ഇത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം, നിങ്ങൾക്ക് ഇതുകൊണ്ട് ഗുണങ്ങളുണ്ടാവും. ഓക്കെ, എക്സാംസിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചാനലിൽ വരുന്നുണ്ട്. ഇനി രണ്ടാമത്തത് നമ്മുടെ കമ്മ്യൂണിറ്റി ചാനലാണ് SSC കോച്ചിങ് കേരള. അതായത് SSC കേരള വാരിയേഴ്സ് എന്നാണ് ചാനലിൻ്റെ പേര് വരുന്നത്. ആ ചാനലിൽ നിങ്ങൾക്ക് ഒരു കമ്മ്യൂണിറ്റി ചാനലാണ് പ്രധാനമായിട്ടും. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ചാനലിൽ ചോദിക്കാവുന്നതാണ്. ക്ലിയർ ആയോ? സോ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിന് മുന്നേ 2 കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞോട്ടെ. ഈ വീഡിയോ എങ്ങനെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്നുള്ളതാണ് ഒരു കാര്യം. നമ്മളിവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് എന്താ, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. ഇസ്ന്റ് ഇറ്റ് സോ? അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ അത്യാവശ്യം ബിഗിനർ സ്റ്റേജ് കഴിഞ്ഞ് ഒരു ഇൻ്റർമീഡിയറ്റ് ലെവലൊക്കെ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ക്വസ്റ്റ്യൻസ് ഓരോ ക്വസ്റ്റ്യൻസും എന്ത് ചെയ്യുക, പോസ് ചെയ്യുക, നിങ്ങളായിട്ട് എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുക, കാണുക. ഇനി അത്യാവശ്യം അറിയാവുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, സ്പീഡ് കൂട്ടിയിട്ട് എന്ത് ചെയ്യുക, വീഡിയോ കാണുക. ഓക്കെ, ക്ലിയർ ആയോ? ഇല്ല എങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുക, ഇതിൻ്റെ PDF എന്ന് പറയുന്നത് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. സക്സസ് അക്കാഡമി കൊച്ചിയിൽ അവൈലബിൾ ആണ്, ഈ കമ്മ്യൂണിറ്റി ചാനലിലും അവൈലബിൾ ആണ്. അതെന്ത് ചെയ്യുക, നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക, സ്വന്തമായിട്ട് എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക. ഡൗട്ട്സ് ഉള്ള ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുക, മാർക്ക് ചെയ്യുക, അത് മാത്രം എന്ത് ചെയ്യുക, കാണുക. ഓക്കെ, നിങ്ങളുടെ ഇതിനനുസരിച്ച് എന്ത് ചെയ്യുക, സ്പീഡ് കൂട്ടി കണ്ടോളൂ. ഓക്കെ, അല്ലാതെ ഈ വീഡിയോ തുടക്കം മുതൽ ഒടുക്കം വരെ വെറുതെ ഇരുന്ന് കാണുന്നത് കൊണ്ടൊരു പ്രയോജനം ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്കില്ല. പിന്നെ ഇതൊരു റിവിഷൻ കൂടിയിട്ടാണ്. ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത്? ഓക്കെ, സോ പിന്നെ പ്രധാനമായിട്ട് വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് SSCയുടെ എന്താ പാറ്റേൺസ് മനസ്സിലാക്കാനും കൂടിയിട്ടാണ്. ബിഗിനർ ലെവലിൽ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് ആണെങ്കിൽ, ബിഗിനർ കഴിഞ്ഞിട്ട് കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുള്ള ആൾക്കാരാണെങ്കിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് സഹായകമാകും. ഓക്കെ, നോക്കിയിട്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. Fill pipe P in 21 times faster than fill pipe Q. Okay, if Q can fill a cistern in 110 minutes, find the time taken to fill the cistern when both the pipes are open together. Okay, clear? എന്താ ഈ പറഞ്ഞിരിക്കുന്നത്, P എന്ന് പറയുന്ന പൈപ്പ് Q എന്ന് പറയുന്ന പൈപ്പിനേക്കാളും 21 ടൈംസ് ഫാസ്റ്റർ ആണ്. ഓക്കെ, ഈ പറയുന്നതിൻ്റെ അർത്ഥം എന്താ നോക്കി. Q എന്ന് പറയുന്ന പൈപ്പ് 1 ലിറ്റർ വെള്ളം 1 മിനിറ്റ് തരുന്നുണ്ടെങ്കിൽ P എന്ന് പറയുന്ന പൈപ്പ് എനിക്ക് എത്രയായിരിക്കും സാർ തരുന്നത്? 21 ലിറ്റർ അല്ലേ? എഫിഷ്യൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. എഫിഷ്യൻസിയുടെ കാര്യമാണ് ഫസ്റ്റത്തെ ലൈനിൽ പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ ആയോ? Q 1 ലിറ്റർ വെള്ളം 1 മിനിറ്റിൽ തരുമ്പോൾ P എന്ന് പറയുന്നത് എത്രയായിരിക്കും? 21 ടൈംസ് ഫാസ്റ്റർ. അപ്പോൾ 21 ലിറ്റർ ആയിരിക്കും എനിക്ക് തരുന്നത്. ക്ലിയർ ആയോ? ഇനി അടുത്തത് പറയുന്നത് എന്താണ്? Q ക്യാൻ ഫിൽ എ സിസ്റ്റൻ ഇൻ 110 മിനിറ്റ്സ്. ഓക്കെ, Q എന്ന് പറയുന്ന പൈപ്പ് ആ ടാങ്ക് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം തന്നിട്ടുണ്ട് അല്ലേ? ആ Qൻ്റെ എഫിഷ്യൻസി എനിക്കറിയാലോ. എന്താണ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ, 1 ലിറ്റർ വെള്ളം 1 മിനിറ്റിൽ എനിക്ക് തരുന്നുണ്ട്. 110 മിനിറ്റ് എടുത്തിട്ടാണ് ആ ടാങ്ക് നിറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും സാർ? 1 × 110 മിനിറ്റ്സ്. സോ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എനിക്ക് എത്ര കിട്ടും സാർ? 110 ലിറ്റർ. ഇതാണല്ലോ ടാങ്കിൻ്റെ കപ്പാസിറ്റി. ക്ലിയർ? ഇനി അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് സാർ? ഈ 2 പൈപ്പും കൂടി ഒരുമിച്ച് തുറക്കുവാണെങ്കിൽ എത്ര നേരം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്നിട്ട് ഈ 2 പൈപ്പും തുറക്കുവാണെങ്കിൽ 1 മിനിറ്റിൽ എനിക്ക് എത്ര ലിറ്റർ വെള്ളം കിട്ടും?
ഒരാൾ 21 ലിറ്ററും തരും, മറ്റേ ആൾ 1 ലിറ്ററും തരും. ഒരുമിച്ച് വരുമ്പോൾ എത്ര ലിറ്റർ കിട്ടും? 22 ലിറ്റർ. ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ് സർ? 110 ലിറ്റർ. ക്ലിയർ ആയോ? സോ ടോട്ടൽ വർക്ക് ഡിവൈഡ് ബൈ എഫിഷ്യൻസി എന്ത് കിട്ടും? നമ്പർ ഓഫ് ടൈം. സിമിലർലി ഈ ടാങ്കിൻ്റെ കപ്പാസിറ്റി 110, എനിക്ക് ഒരു മിനിറ്റിൽ 22 ലിറ്റർ വെള്ളം കിട്ടുന്നുണ്ട്. സോ ടോട്ടൽ കപ്പാസിറ്റി ഡിവൈഡ് ബൈ 22 നമുക്ക് എത്ര കിട്ടും സർ? 5 മിനിറ്റ്സ്. ക്ലിയർ ആയോ? എളുപ്പമാണ്. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ആദ്യം എഫിഷ്യൻസിയുടെ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഒരു സാധനം തന്നിട്ടുണ്ട്, പിന്നെ ഒരാളെടുക്കുന്ന സമയവും തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? ആ പറയുന്ന ആളെ ആ എഫിഷ്യൻസിയുടെ ഏതെങ്കിലും ഒരാളുടെ എഫിഷ്യൻസി ആയിരിക്കും തന്നിട്ടുണ്ടാവുക, എഫിഷ്യൻസി എടുക്കുന്ന സമയമായിരിക്കും തന്നിട്ടുണ്ടാവുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ടോട്ടൽ എന്ത് ചെയ്യും? വർക്കോ അല്ലെ ടോട്ടൽ കപ്പാസിറ്റിയോ കിട്ടും. ഇനി ഒരുമിച്ച് വരിക അല്ലെങ്കിൽ പിയുടെ വാല്യൂ വെച്ചിട്ട് ചോദിക്കാം, എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. ക്ലിയർ ആയോ? സോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, ഇവിടെ നോക്കിയേ, പൈപ്പ് M-N-S ക്യാൻ ഫിൽ ദ ടാങ്ക് in 25, 50 and 100 minutes respectively. Initially pipe N and S are kept open for 10 minutes and then pipe N is shut while M is opened. Okay, pipe S is closed 15 minutes before the tank overflows. How much time it will take if the 3 pipes work in this pattern? See, ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് സർ? How much time will it take to 3 പൈപ്പ് ഒരുമിച്ച് തുറക്കുകയാണെങ്കിൽ ഈ ടാങ്ക് എത്ര സമയം കൊണ്ട് ഫില്ലാകും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഇവിടെ എന്താ, കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിട്ടുണ്ട് അല്ലേ? ക്ലിയർ? അപ്പം ഇത് ചെയ്യുന്നതിന് തുടക്കം എങ്ങനെയാണ് സാർ? ആദ്യം എന്ത് ചെയ്യാം? ഒരാൾക്കാരുടെ എഫിഷ്യൻസി കണ്ടുപിടിക്കുക. അതിന് മുന്നേ എന്ത് ചെയ്യുക? നമുക്കറിയാം, പൈപ്പ് M, പൈപ്പ് N, പൈപ്പ് S, 3 പൈപ്പുകളാണല്ലോ ഉള്ളത്. ഓക്കെ, ഒരാൾ 25 മിനിറ്റ്, ഒരാൾ 50 മിനിറ്റ്, ഒരാൾ 100 മിനിറ്റ് എടുക്കുന്നുണ്ട്. ക്ലിയർ? സോ ഇതിൻ്റെ LCM ആയിരിക്കും എന്ത്? ടാങ്കിൻ്റെ കപ്പാസിറ്റി അല്ലെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ എത്ര കിട്ടും നമുക്ക്? 100 ലിറ്റർ ആണ് എന്ത് നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി ആയിട്ട് വരുന്നത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം. ഇവിടെ നോക്കി, എമ്മിൻ്റെ എഫിഷ്യൻസി നമുക്ക് എത്ര കിട്ടും? 100/25 എന്ന് പറയുന്നത് 4 കിട്ടും. ഇവിടെ നമുക്ക് എത്ര കിട്ടും സർ? 2 കിട്ടും. ഇവിടെ എത്ര കിട്ടും? 1 കിട്ടും. അതായത് 1 ലിറ്റർ പെർ മിനിറ്റ്. ക്ലിയർ ആയോ? ശരി. ഇനി ഇവിടെ നോക്കിയേ, കുറച്ച് കഥകൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, തുടക്കത്തിൽ N-ഉം S-ഉം തുറന്നു വെച്ചിട്ടുണ്ട്. എത്ര നേരത്തേക്കാ? 10 മിനിറ്റത്തേക്ക് ഇത് ടാങ്ക് തുറന്നു വെച്ചിട്ടുണ്ട്. ഈ പൈപ്പ് രണ്ടും തുറന്നു വെച്ചിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം N എന്ന് പറയുന്ന പൈപ്പ് എന്ത് ചെയ്തു? പൂട്ടി. എന്നിട്ട് എന്ത് ചെയ്തു? M തുറന്നു. ഇവിടെ നോക്കണേ, S എന്ന് പറയുന്ന ആളെ പൂട്ടിയിട്ടില്ല. ഓക്കെ, ആ എത്ര നേരത്തേക്കാണെന്ന് പറഞ്ഞിട്ടില്ല. ഓക്കെ, പൈപ്പ് S ഈസ് ക്ലോസ്ഡ് 15 minutes ബിഫോർ ദ ടാങ്ക് ഓവർഫ്ലോസ്. പൈപ്പ് എസിനെ എന്ത് ചെയ്തു? 15 മിനിറ്റ് മുന്നേ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്തു. അപ്പം ലാസ്റ്റത്തെ ഈ 15 മിനിറ്റിൽ ഈ പറയുന്ന S എന്ന് പറയുന്ന ആളെ എന്ത് ചെയ്തു? ക്ലോസ് ചെയ്ത് വെച്ചു. അപ്പം ആര് മാത്രമേ ഉള്ളൂ? M എന്ന് പറയുന്ന പൈപ്പ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആയോ? ഫൈൻ. ഇവിടെ നോക്കി, ആദ്യത്തെ 10 മിനിറ്റിൽ നമുക്ക് എത്ര ലിറ്റർ വെള്ളം ടാങ്കിൽ നിറഞ്ഞു എന്ന് നോക്കാം. N എന്ന് പറയുന്നത് 2 ലിറ്ററും തരും. ഇവിടെ N 2 ലിറ്റർ തരും, S 1 ലിറ്റർ തരും. M എത്ര തരും? 4 ലിറ്റർ. S 1 ലിറ്റർ. M 4 ലിറ്റേഴ്സ്. ഓക്കെ, ഇവിടെ നോക്കി, ആദ്യത്തെ 10 മിനിറ്റിൽ 2 പേരും കൂടിയിട്ട് എത്രയാണ്? ഒരാൾ 2ഉം ഒരാൾ 1 ലിറ്ററും തരുന്നുണ്ട്. അപ്പം ഓരോ മിനിറ്റിലും 3 ലിറ്റർ വെച്ച്, അങ്ങനെ 10 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് എത്ര കിട്ടും? ഇവിടെ നമുക്ക് 30 ലിറ്റർ വെള്ളം കിട്ടും. ഫൈൻ. ഇനി നോക്കി, ലാസ്റ്റത്തെ ആളെ നോക്കി, 15 മിനിറ്റ് സമയം നമുക്കറിയാം. 15 മിനിറ്റിൽ M ഓപ്പൺ ആണ്. എമ്മിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ മിനിറ്റിലും 4 ലിറ്റർ വെച്ച് തരും. ഓക്കെ, സോ ഇതിവിടെ നമുക്ക് എത്ര കിട്ടും? 15 മിനിറ്റത്തേക്ക് ഈ പൈപ്പ് ഓപ്പൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ 4 ലിറ്റർ വെച്ചിട്ട് 60 ലിറ്റർ. സോ ഇൻറ്റു 4 നമുക്ക് എത്ര കിട്ടും? 60 ലിറ്റർ. എടാ ഇവിടെ നോക്കിയേ, നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 100 ആണ് അല്ലേ?
ടാങ്കിൻ്റെ കപ്പാസിറ്റിയാണ്. ഒരാൾ ഇവിടെ നിന്ന് നമുക്ക് 30 കിട്ടും, ഇവിടെ നിന്ന് 60 കിട്ടും, 90 ലിറ്റർ കിട്ടി. അപ്പം ഈ ഒരു സമയത്തേക്ക് നമുക്ക് എത്ര ലിറ്റർ വേണം സാർ? 10 ലിറ്റർ വേണം അല്ലേ? ഈ 10 ലിറ്റർ ആരാ തരുന്നത്? ഈ രണ്ടുപേരും കൂടി. നമുക്കറിയാം ഓരോ മിനിറ്റിലും ഇവരെത്ര വെച്ച് തരും? 5 ലിറ്റർ വെച്ച് തരും അല്ലേ? ഓരോ മിനിറ്റിലും എത്ര വെച്ച് തരും? 5 വെച്ച് തരും. സോ എത്ര സമയം എടുക്കും സാർ ഇവിടെ? ഇവിടെ നമുക്ക് എത്ര എടുക്കും? 2 മിനിറ്റ്. നമുക്കറിയാം ഇവിടെ 10 മിനിറ്റ്, ഇവിടെ 2 മിനിറ്റ്, ഇവിടെ 15 മിനിറ്റ്സ്. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ് ഈ ടാങ്ക് എന്ന് പറയാനുള്ള? ഗുഡ്, ക്ലിയർ. 27. നോക്കിയാൽ 10, 12, 27. ക്ലിയർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എടാ ഞാൻ ചിലപ്പം ഇച്ചിരി സ്ലോ ആയിട്ട് തോന്നുന്നവർ ഫാസ്റ്റായിട്ട് കാണാൻ മറക്കരുത്. ഓക്കെ, എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്ത് ചെയ്യുക? കമൻറ്റിൽ ചോദിക്കാൻ മറക്കരുത്. വീണ്ടും ആവർത്തിക്കുകയാണ്. എ പൈപ്പ് ക്യാൻ ഫിൽ ആൻ ഓവർഹെഡ് ടാങ്ക് ഇൻ 12 hours, but due to leakage at the bottom, it is filled in 18 hours. If the tank is full, how much time will the leak take to empty it? എളുപ്പമുള്ളൊരു ചോദ്യമാണ്. ഓക്കെ, 9th സെപ്റ്റംബറിൽ ചോദിച്ചതാണ് ഷിഫ്റ്റ് 3ൽ. ഓക്കെ, ഇവിടെ നോക്കിയിടാ. പൈപ്പ് എ എന്ന് പറയുന്നത് 12 മണിക്കൂർ കൊണ്ട് ഈ ടാങ്ക് ഫുള്ളാക്കും. ഓക്കെ, പക്ഷെ ലീക്കേജ് ഉണ്ട്. ലീക്കേജ് കാരണം എത്രയാണ് എടുക്കുന്നത് ആള്? 18 hours. സ്വാഭാവികമായിട്ടും അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു ലീക്കുള്ള ടാങ്ക് ആണെങ്കിൽ സമയം കൂടുതലെടുക്കും ആ ടാങ്ക് എന്ന് പറയാൻ. 18 hours. സപ്പോസ് നമുക്കറിയാം ആ സമയത്ത് എന്തായിരിക്കും? എ എന്ന് പറയുന്ന പൈപ്പ് വർക്കിംഗ് ആണ്. ഈ ലീക്ക് എനിക്ക് അറിയില്ല. ഞാൻ എന്ത് ചെയ്തു? എന്തോ ഒരു ലീക്ക് ഇവിടെ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ -C എന്ന് പറയുന്ന ഒരു വാല്യൂ എടുത്തു. ഓക്കെ ആണല്ലോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നെഗറ്റീവ് വർക്ക് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വരുന്നതുകൊണ്ടാണ് ഞാൻ -C എടുത്തത്. ഫൈനൈൻ്റെ LCM എന്ന് പറയുന്നത് എത്ര കിട്ടും സാർ? 1836. സോ 36 ആണ് എന്ത്? എൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി. ക്ലിയർ ആയോ? നോക്കിയേ. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എ മാത്രം ഞാൻ തുറന്നു വെക്കുവാണെങ്കിൽ എൻ്റെ ഈ ടാങ്ക് ഓരോ മണിക്കൂറിലല്ലേ? ഓക്കെ, ഓരോ മണിക്കൂറിൽ എത്ര വെച്ച് ലിറ്റർ തരും? 3 ലിറ്റർ തരും ഓരോ മണിക്കൂറിലും. ലീക്കേജ് ഉള്ളത് കൊണ്ട് ഓരോ മണിക്കൂറിൽ എനിക്ക് എത്ര ലിറ്റർ വെച്ച് കിട്ടുള്ളൂ? 2 ലിറ്റർ വെച്ച് കിട്ടുള്ളൂ അല്ലേ? ഒന്ന് നോക്കിയേ. ഇവിടെയാണ് രസം. നോക്കിയേ, ശ്രദ്ധിച്ച്. എ ഓരോ മണിക്കൂറിലും എത്ര ലിറ്റർ വെച്ച് തരുന്നുണ്ട്? 3 ലിറ്റർ വെച്ച് തരുന്നുണ്ട്. പക്ഷേ ഈ ലീക്കേജ് കാരണം എനിക്കിവിടെ എത്ര കിട്ടുന്നുള്ളൂ? ഔട്ടായിട്ട് 2 കിട്ടുന്നുള്ളൂ. അപ്പോൾ ഈ ലീക്കേജ് കാരണം എത്ര പോകുന്നുണ്ട്? 1 ലിറ്റർ വെച്ച് പോകുന്നുണ്ട്. ഓക്കെ, സോ ലീക്കേജ് കാരണം എത്ര പോകുന്നുണ്ട്? 1 പോകുന്നുണ്ട്. ആ 1 ലിറ്റർ പോകുന്നതുകൊണ്ടാണ് സാർ എനിക്കിവിടെ എന്ത് കിട്ടുന്നത്? ഔട്ടായിട്ട് 2 ലിറ്റർ വെച്ച് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഇത്ര സമയം എടുക്കുന്നത്. നമുക്കറിയാം ടാങ്ക് ഫുള്ളാണെന്ന് വിചാരിക്കുക. ടാങ്ക് ഫുള്ളാണെങ്കിൽ 36 ലിറ്റർ ഉണ്ടാവുമല്ലോ അല്ലേ? ഈ ലീക്ക് കാരണം ടാങ്ക് എംപ്റ്റി ചെയ്യാൻ സമയം എത്ര എടുക്കും? നമുക്കറിയാം ലീക്കേജ് ഓരോ മണിക്കൂറിലും എത്ര വെച്ച് വെള്ളം പോവും? ഓരോ ലിറ്റർ വെച്ച് പോവും അല്ലേ? ഓരോ ലിറ്റർ വെച്ച് പോവും. സോ എത്ര സമയം എടുക്കും ഈ ടാങ്ക് എംപ്റ്റി ചെയ്യാൻ? 36 hours. ക്ലിയർ ആയോടാ? ശരി, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ച്. 3 pipes P, Q and R can fill the cistern in 40, 80, 120 respectively. Initially all the pipes are opened. After how much time should the pipe Q and R to be turned off so that the cistern will be completely filled in half an hour? ഇവിടെ നോക്കി, 3 പൈപ്പുകളുണ്ട്. ഇവർ ഓക്കെ 3 പൈപ്പുകളുണ്ട്. ഇനീഷ്യലി എല്ലാം തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ക്യൂവിന് ആരെ എന്ത് ചെയ്തു? ബന്ധോസ്താക്കി പൂട്ടി വെച്ചു. പൂട്ടി വെക്കുമ്പോൾ ആര് മാത്രം ഓപ്പൺ ഉള്ളൂ? പി മാത്രം ഓപ്പൺ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ട് എനിക്ക് ഈ ടാങ്ക് അരമണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ ഏത് സമയത്താണ് ക്യൂവും ആറും ടേൺ ഓഫ് ചെയ്ത് പൂട്ടിയത് എന്നുള്ളതാണ് ചോദ്യം. ക്ലിയർ ആയോ? ഫൈൻ. സെയിം നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഇവരുടെ എഫിഷ്യൻസി കാണുക. ഓക്കെ, അതായത് ഓരോ മണിക്കൂറിലും നമുക്ക് ഓരോ മിനിറ്റിൽ നമുക്ക് എത്ര ലിറ്റർ വെള്ളം തരുന്നുണ്ട് എന്നുള്ളത് നോക്കാം. ഓക്കെ, പി എന്ന് പറയുന്നത് 40 മിനിറ്റ് എടുക്കുന്നുണ്ട്. ക്യൂ എന്ന് പറയുന്നത് 80 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്.
ആറ് എന്ന് പറയുന്നത് എത്ര മിനിറ്റ് എടുക്കുന്നുണ്ട്? 120 മിനിറ്റ്സ് എടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്ക് ടോട്ടൽ കപ്പാസിറ്റി എത്ര കിട്ടും സാർ? $360 240 ലിറ്റർ ആയിരിക്കും എന്ത് എൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ പി 40 ലിറ്റർ വെച്ചിട്ട് 40 മിനിറ്റ് കൊണ്ട് ഈ ടാങ്ക് ഫില്ല് ചെയ്യണമെങ്കിൽ ഓരോ മിനിറ്റിൽ എനിക്ക് എത്ര ലിറ്റർ തരും സാർ? 6 ലിറ്റർ പെർ മിനിറ്റ്. ഇവിടെയോ ക്യൂ എത്ര തരും? 3 ലിറ്റർ തരും. ആറിലോ 2 ലിറ്റർ പെർ മിനിറ്റ്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി നമ്മുടെ കണ്ടീഷൻ നോക്കാം. ഇനീഷ്യലി എല്ലാം തുറന്നു വെച്ചിട്ടുണ്ട്. സോ എന്തായിരുന്നു? പി, ക്യൂ, ആറ് മൂന്നും തുറന്നു വെച്ചിട്ടുണ്ടല്ലോ. ഓക്കെ, ഏതോ ഒരു സമയം കഴിഞ്ഞപ്പോൾ ക്യൂ ആറും ക്ലോസ് ചെയ്തു. ക്യൂ ആറും ക്ലോസ് ചെയ്തതിൻ്റെ അർത്ഥം പി മാത്രമാണ് ഉള്ളത്. ഇനി നോക്കി, തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് ആകെ കൂടി 30 മിനിറ്റ് അലൗഡ് ഉള്ളൂ. ഇസ്ന്റ് ഇറ്റ് സോ? ക്ലിയർ? ഇതിൽ രസകരം എന്ന് പറയുന്നത് നോക്കി, ഈ പി എന്ന് പറയുന്ന ആൾ തുടക്കം മുതൽ ഒടുക്കം വരെ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ, അല്ലെങ്കിൽ തുറന്നു വെച്ച ആളാണ്. അയാൾ എന്താണ് 30 മിനിറ്റ് നേരത്തേക്കും ഈ ടാങ്കിൽ വെള്ളം നിറയ്ക്കുന്നുണ്ട്. സോ പിയുടെ കോൺട്രിബ്യൂഷൻ എന്താണെന്ന് നോക്കാം നമുക്കാദ്യം. പിയുടെ കോൺട്രിബ്യൂഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ബാക്കി ആരുടെ കോൺട്രിബ്യൂഷൻ ആയിരിക്കും? ക്യൂ ആറും. ഫൈൻ. നോക്കി, പി എന്ന് പറയുന്ന ആൾ നമുക്കറിയാം 6 ലിറ്റർ വെള്ളം തരുന്നുണ്ട്. പി എന്ന് പറയുന്ന 6 ലിറ്റർ വെള്ളം തരുന്നുണ്ട്. സോ 30 മിനിറ്റത്തേക്ക് അയാൾ വർക്ക് ചെയ്യുവാണെങ്കിൽ, ആൾ ഓണാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും സാർ? 180 ലിറ്റർ വെള്ളം കിട്ടും. നമുക്കറിയാം നമ്മുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ് സാർ? 240 ലിറ്റർ ആണ്. അതിൽ 180 കിട്ടിയിട്ടുണ്ടെങ്കിൽ ബാക്കി എത്ര ലിറ്റർ ആണ്? 60 ലിറ്റർ ആണ്. ഈ 60 ലിറ്റർ ആരുടെ കോൺട്രിബ്യൂഷൻ ആണ് സാർ? ഈ ക്യൂവിൻ്റെ ആറിൻ്റെ. നോക്കിയാൽ ക്യൂ ആറും എത്ര ലിറ്റർ വെള്ളം തരും സാർ? 5 ലിറ്റർ വെള്ളം തരും. പെർ മിനിറ്റ് 5 ലിറ്റർ വെള്ളം തരും പെർ മിനിറ്റ്. സോ അവരെടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയായിരിക്കും സാർ? 12 മിനിറ്റ്സ് അല്ലേ? അതായത് ഈ ക്യൂ ആറ് ഓപ്പൺ ആക്കി വെച്ചിരിക്കുന്ന എത്ര നേരത്തേക്കാ? 12 മിനിറ്റത്തേക്ക്. 12 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ഇത് പൂട്ടണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്താണ് ഈ പറയുന്ന 30 മിനിറ്റിനുള്ളിൽ ഈ ടാങ്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിറയ്ക്കാൻ പറ്റത്തുള്ളൂ. ക്ലിയർ? സോ ആൻസർ വിൽ ബി 12. അടുത്ത ചോദ്യം. Pipe L can fill a pool in 30 hours. Pipe M can in 45 hours. If both pipes are opened in an empty pool, how much time will they take to fill? ഒന്നുമില്ലട ഈ ചോദ്യം. എന്താ പറയുന്നത്? രണ്ടാളുടെ സമയം തന്നിട്ടുണ്ട്. ഓക്കെ, എത്ര നേരം കൊണ്ട് ഈ ടാങ്ക് ഫുള്ളാവുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. L, M 30, 45. സോ കപ്പാസിറ്റി എത്രയായിരിക്കും സാർ? 90 ലിറ്റർ. എല്ല് ഓരോ മണിക്കൂറിൽ എത്ര തരും സാർ? ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 ലിറ്റർ തരും പെർ അവർ. ഇവിടെയോ 2 ലിറ്റർ തരും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ഇവർ ഒരുമിച്ച് തുറക്കുവാണെങ്കിൽ അല്ലേ, ബോത്ത് ആർ ഓപ്പൺ, രണ്ടുപേരും കൂടി ഒരുമിച്ച് തുറക്കുവാണെങ്കിൽ എത്ര കിട്ടും സാർ? 5 ലിറ്റർ കിട്ടും അല്ലേ? നമുക്കറിയാം നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 90. ഓരോ മണിക്കൂറിൽ ഇവർ 5 ലിറ്റർ വെച്ച് തരുന്നുണ്ടെങ്കിൽ എത്ര സമയം വേണം സാർ? 18 hours. Clear? Pipe P and Q can completely fill a water tank in 10 hours and 15 hours respectively. A pipe R can empty a tank filled completely with the water in 12 hours. Okay. പി യും ക്യൂവിൻ്റെയും പ്രത്യേകത എന്താ പറയുന്നത്? അവർ ഫില്ല് ചെയ്യാൻ പറ്റും 10 അവറിലും 15 അവറിലും. ഇനി ആറിൻ്റെ പ്രത്യേകത എന്താ പറയുന്നത്? ആ ടാങ്ക് ഫുള്ളാണെങ്കിൽ അത് എത്രയാണ്? 12 മണിക്കൂർ കൊണ്ട് എംപ്റ്റി ചെയ്യാൻ പറ്റും. ഇത് നെഗറ്റീവ് വർക്കാണ്. ഓക്കെ, ഇനീഷ്യലി ടാങ്ക് ഈസ് എംപ്റ്റി ആൻഡ് ഓൺലി പൈപ്സ് P and Q are opened at 6 AM and R is also opened at 9 AM. By what time will the tank be completely filled എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 6 മണിക്ക് എന്ത് ചെയ്യുന്നു?
പി യും ക്യൂ ഓപ്പൺ ആക്കുന്നു. അതിനുശേഷം എന്താ 9 മണിയാകുമ്പോൾ 6 കൂടി ഓപ്പൺ ചെയ്തു. 6 ഓപ്പൺ ചെയ്താലുള്ള പ്രത്യേകത എന്താ? നെഗറ്റീവ് വർക്കാണ്, ലീക്കേജ് ഉണ്ടാവും. നമുക്ക് നോക്കാം. ഇവിടെ പി എന്ന് പറയുന്നത് 10 അവറിൽ, ക്യൂ എന്ന് പറയുന്നത് 15 അവറിൽ, 6 എന്ന് പറയുന്നത് എത്ര സമയം എടുക്കുന്നു? 12. ഇതെന്താണ് മോനെ? എം ടി, നെഗറ്റീവ് വർക്കാണ്. ഓക്കെ, സോ എൻ്റെ ടോട്ടൽ വർക്ക് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അല്ലെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 60 ലിറ്റർ ആണ് എൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി. ഇവിടെ ഓരോ മണിക്കൂറിലും എനിക്ക് എത്ര ലിറ്റർ വെള്ളം തരണം? 6 ലിറ്റർ വെച്ച് വെള്ളം തരണം. അങ്ങനെ 10 മണിക്കൂർക്ക് പമ്പ് ചെയ്ത് കഴിഞ്ഞാൽ 60 ലിറ്റർ ആവും. ഇവിടെയോ 4, ഇവിടെയോ 5. ഇത് നെഗറ്റീവാണ്, മറക്കരുത്. കാരണം എന്താ? എംറ്റിങ് ആണ്. ആ ഒരു കാര്യം മനസ്സിൽ ശ്രദ്ധിക്കണം. കാരണം മിക്കവരും എന്ത് ചെയ്യുക? ആ മൈനസ് ഇടാതെ പോവും, ഞാനടക്കം. ശരി, ഇനീഷ്യലി ടാങ്ക് എം ടി ആയിരുന്നു. എന്തായിരുന്നു? പി ആൻഡ് ക്യൂ 6 മണിക്കാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 6 മണിക്കാണ് എന്ത് ചെയ്തത്? പിയും ക്യൂ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. 6 മണിയായപ്പോൾ എന്ത് ചെയ്തു? പിയും ക്യൂ എന്ത് ചെയ്തു? ഓപ്പൺ ചെയ്ത് വെച്ചു. അതിനുശേഷം 9 മണിയായപ്പോൾ എന്ത് സംഭവിച്ചു? ഈ പിയും ക്യൂവിൻ്റെയും കൂടെ 6ഉം കൂടി ഓപ്പൺ ചെയ്ത് വെച്ചു. എന്നോട് ചോദ്യം, ഈ ടാങ്ക് എത്ര മണിയാകുമ്പം ഫില്ലാകും? ലാസ്റ്റത്തെ ടൈമാണ് ചോദിച്ചിരിക്കുന്നത്, സമയം. ഓക്കെ, ക്ലോക്ക് ടൈമാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻ, നമുക്ക് എന്ത് ചെയ്യാം മോനെ? ഫൈൻ, ഇവിടെ നോക്കിയേ, ഈ 3 മണിക്കൂറിൽ എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാലോ. 6 മണി മുതൽ 9 മണി വരെ 3 മണിക്കൂറത്തേക്ക് പിയും ക്യൂ ഓപ്പൺ ആണ്. പിയും ക്യൂ ഓപ്പൺ ആണെങ്കിൽ നോക്കി 10 ലിറ്റർ വെള്ളം കിട്ടും. 3 മണിക്കൂറിൽ 3 × 10 നമുക്കിവിടെ എത്ര കിട്ടും? 30 ലിറ്റർ വെള്ളം കിട്ടും. ഇനി ബാക്കി എത്രയും കൂടി വേണം? 60ൽ 30 കൂടി വേണം അല്ലേ? നമുക്കറിയാം, ഇവർ 3 ആളും കൂടി വരുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ഒരാൾ 6, ഒരാൾ 4, 10 ലിറ്റർ വെള്ളം അവർ പമ്പ് ചെയ്യും. ഇദ്ദേഹം എന്താണ്? എം ടി ചെയ്യും 5. അപ്പോൾ 10 വരുന്നു, 5 പോകുന്നു. ബാലൻസ് എത്ര ഉണ്ടാവും? 5 ലിറ്റർ വെള്ളമാണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ, പിന്നീടുള്ള ഓരോ മണിക്കൂറിലും എനിക്ക് എന്താണ്? 5 ലിറ്റർ വെച്ചേ കിട്ടത്തുള്ളൂ ഓരോ മണിക്കൂറിലും. നമുക്കറിയാം 30 ലിറ്റർ കപ്പാസിറ്റിയാണ് ഇനിയും കൂടി നിറക്കാനുള്ളത്. എത്ര കിട്ടും? എത്ര സമയം കൂടി വേണം? 6 മണിക്കൂറും കൂടി വേണം. ക്ലിയർ? 6 മണിക്കൂർ എടുക്കും. നമുക്കറിയാം 9 മണിക്ക് തുടങ്ങുന്നു, 6 മണിക്കൂർ എടുക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര സമയമാണ്? 10, 11, 12, 1, 2, 3. സോ ആൻസർ വിൽ ബി 3 PM. ക്ലിയർ ആയോ? അടുത്ത ചോദ്യം. There are 2 pipes to fill a tank. There are 2 pipes to fill a tank. Together they can fill the tank in 15 minutes. If one pipe can fill the tank in 1.5 times as fast as other, the faster pipe alone can fill the tank. നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, എഫിഷ്യൻസിയുടെ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള സാധനം തന്നിട്ടുണ്ട്. 2 പേരും കൂടി എടുക്കുന്ന സമയം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ആൾ എത്ര സമയം കൊണ്ട് എടുക്കും എന്നുള്ളതാണ് ചോദ്യം. നോക്കി, നമുക്ക് ഈ എഫിഷ്യൻസിയിൽ വെച്ച് തുടങ്ങാം. 1.5 ടൈംസ് ഫാസ്റ്റ്. 1.5 ടൈംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് സാർ? 1.5 ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വരും സാർ? ഇറ്റ് ഈസ് 3/2. സോ എഫിഷ്യൻസിയുടെ റേഷ്യോ നമുക്ക് എങ്ങനെയായിരിക്കും കിട്ടുക ഇവിടെ? എഫിഷ്യൻസി റേഷ്യോ 3:2. ഓക്കെ, ഒരാൾ 3 ലിറ്റർ വെള്ളം 1 മിനിറ്റ് തരുമ്പോൾ മറ്റേ ആൾ എത്രയാണ്? 2 ലിറ്റർ വെള്ളം തരും. ഇവിടെ ആരാണ് സാർ ഫാസ്റ്റർ? ഇദ്ദേഹമാണ് ഫാസ്റ്റർ അല്ലേ? ഇദ്ദേഹം 3 ലിറ്റർ വെള്ളം തരുന്നുണ്ട്, മറ്റേ ആൾ 2 തരുന്നുള്ളൂ 1 മിനിറ്റിൽ. ഇതല്ലേ ഫാസ്റ്റർ? അത് ക്ലിയർ ആയല്ലോ? എന്നോട് ചോദിച്ചിരിക്കുന്നത് ഈ ഫാസ്റ്റസ്റ്റ് എത്ര നേരം കൊണ്ട് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സിമ്പിൾ. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഇവർ ഒരുമിച്ച് വരുവാണെങ്കിൽ ഈ ടാങ്ക് 15 മിനിറ്റ് കൊണ്ട് ഫുള്ളാക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇവർ 2 പേരും കൂടി ഒരുമിച്ച് വരുവാണെങ്കിൽ 1 മിനിറ്റിൽ എനിക്ക് എത്ര കിട്ടും സാർ? 1 മിനിറ്റിൽ 5 ലിറ്റർ കിട്ടും. സോ ഇവർ ഒരുമിച്ച് വരുവാണെങ്കിൽ എനിക്ക് 1 മിനിറ്റിൽ 5 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 15 മിനിറ്റ് എടുത്തിട്ടാണല്ലോ ഈ ടാങ്ക് ഫുള്ളാക്കുന്നത്. സോ ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ് സാർ?
15 × 5 അല്ലേ? ഇതിൽ ഡൗട്ട് ഇല്ലല്ലോ. 5 ലിറ്റർ വെള്ളം ഓരോ മിനിറ്റിലും 15 മിനിറ്റ് എടുത്തിട്ട് ഫുള്ളാക്കുന്നു. സോ 15 × 5 അതാണ് എന്ത് എൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്നോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് സാർ? 3 ലിറ്റർ വെച്ച് തരുമെന്ന ഒരാൾ, ഫാസ്റ്റസ്റ്റ് ആയിട്ട് തരുന്ന ആൾ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചത്. സോ ടോട്ടൽ കപ്പാസിറ്റി ഡിവൈഡഡ് ബൈ ആളുടെ എഫിഷ്യൻസി, ഫാസ്റ്റസ്റ്റിൻ്റെ എഫിഷ്യൻസി 3 ആണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ടൈം കിട്ടും. ഇതൊന്നുമില്ലടാ, നോക്കി 3 ഇതിൽ 5. സോ ആൻസർ വിൽ ബി 25 മിനിറ്റ്സ്. ക്ലിയർ? ഇത് കാൽക്കുലേറ്റീവ് ലെവലിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി സ്പീഡ് ചെയ്യാം കേട്ടോ. Pipe A usually fills a tank in 6 hours, but due to a leak at the bottom of the tank, it takes 2 hours to fill the tank. If the tank is full, how much time will it take to get the emptied due to leak? ടാങ്ക് ഫുൾ ആണെങ്കിൽ എത്ര സമയം കൊണ്ട് ഈ ലീക്ക് കാരണം എം ടി ആകണം എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ നേരത്തെ ഇതുപോലത്തെ ഒരു ചോദ്യം കണ്ടിട്ടുണ്ട്. സെയിം പ്രൊസീജിയറാണ് പോലെ. ഓക്കെ, ഓക്കെ. പൈപ്പ് എ എന്ന് പറയുന്നത് എത്രയാണ്? 6 hours. ഇനി ലീക്കേജ് കാരണം എത്ര എടുക്കുന്നുണ്ട്? 8 hours. ഞാൻ ലീക്കേജിനെ എന്തായിട്ട് എടുക്കുന്നു? -C ആയിട്ട് എടുക്കുന്നു, -C വർക്ക്. സോ ഇത് എത്ര കിട്ടും? എൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 24. ഇതെത്രയാണ്? 4. ഇതെത്ര കിട്ടും? 3 ലിറ്റർ. സി എ എന്ന് പറയുന്ന ആള് ഓരോ മണിക്കൂറിലും എത്ര ലിറ്റർ പമ്പ് ചെയ്യുന്നുണ്ട് സാർ? 4 ലിറ്റർ പമ്പ് ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്ത് എത്രയേ വരുന്നുള്ളൂ? 3 ലിറ്റർ. അതിൻ്റെ അർത്ഥം ഒരാൾ 1 ലിറ്റർ എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹം ലീക്ക് കാരണം പോകുന്നുണ്ട്. സോ സിയുടെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ് സാർ? 1 ലിറ്റർ. നമുക്കറിയാം നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 24 ലിറ്റർ ഉണ്ട് ടാങ്കിലിപ്പം. ഈ ലീക്ക് മാത്രമുള്ളപ്പം ഓരോ ലിറ്റർ വെച്ചും പോയിക്കൊണ്ടേയിരിക്കും. സോ എടുക്കുന്ന സമയം എത്രയായിരിക്കും? 24 hours. ക്ലിയർ? ഇത് നല്ല ഇൻട്രസ്റ്റിംഗ് ചോദ്യമാണ്. ഇത് നോക്കി, എ ടാങ്ക് ഈസ് ഫിൽഡ് ബൈ 3 pipes വിത്ത് യൂണിഫോം ഫ്ലോ. ഓക്കെ, യൂണിഫോം ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ബ്രേക്കേജ് ഒന്നുമില്ല. 3 പൈപ്പിൽ നിന്നും ഫ്ലോയിൽ വെള്ളം വരുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. ബ്ലോക്കേജ് ഇല്ല എന്നാണ് അർത്ഥമാക്കുന്നത്. ദ ഫസ്റ്റ് 2 pipes ഓപ്പറേറ്റിംഗ് സൈമിൾട്ടേനിയസ്ലി ഫിൽ ദ ടാങ്ക് ഇൻ ദ സെയിം ടൈം ഡ്യൂറിങ് വിത്ത് ദ ടാങ്ക് ഈസ് ഫിൽഡ് ബൈ ദ 3rd പൈപ്പ്. ഈ പറയുന്നത് അവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞുതരാം. The second pipe fills the tank 5 hours faster than the first and 4 hours slower than the third. ഓക്കെ, ഇതും അടുത്തൊരു പോയിന്റ് ആണ്. അങ്ങനെയാണ് ടൈം റിക്വയർഡ് ബൈ ദ ഫസ്റ്റ് പൈപ്പ്. ഓക്കെ, ഈ പ്രോബ്ലം നിങ്ങൾക്ക് 2 രീതി ചെയ്യാം. ഒന്ന് ഓപ്ഷൻ വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ എന്ത് ചെയ്യാം? കാൽക്കുലേറ്റീവായിട്ടും ചെയ്യാം. ഇവിടെ നോക്കി, ഫസ്റ്റ് പറയുന്ന സെൻറ്റൻസ് എന്താണ് സാർ? ഇവിടെ 3 പൈപ്പ് ഉണ്ടല്ലേ. ആദ്യത്തെ 2 പൈപ്പുകൾ ഓക്കെ, ആദ്യത്തെ 2 പൈപ്പുകളുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ അവരെടുക്കുന്ന സമയം, ഓക്കെ, അത് രണ്ടും കൂടി കൂട്ടുന്നതും 3ാമത്തെ പൈപ്പ് എടുക്കുന്ന സമയവും എന്താണ് പറഞ്ഞിരിക്കുന്നത്? തുല്യമാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. The first 2 pipes operating simultaneously fill the tank in the same time during which the tank is filled by the 3rd pipe. ഓക്കെ, 3ാമത്തെ പൈപ്പ് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ എന്ത് ഫില്ല് ചെയ്യുന്നോ അത്ര തന്നെയാണ് ആദ്യത്തെ 2 ആൾക്കാരും കൂടി ഒരുമിച്ച് ഫില്ല് ചെയ്യുന്നത്. 2 പേരും കൂടി ഒരുമിച്ച് വന്നിട്ട് ഫില്ല് ചെയ്യുന്നത്. ക്ലിയർ? ഇനി ഇത് വായിച്ച മോനെ, the second pipe fill the tank 5 hours faster than the first pipe ആൻഡ് 4 hours. അതായത് സെക്കൻഡ് പൈപ്പിനെ വെച്ചിട്ടാണ് ഇവിടെ കമ്പാരിസൺ നടത്തിയിരിക്കുന്നത്. നോക്കി, ഇവർ പറയുന്നത് എന്താ? സെക്കൻഡ് പൈപ്പ്, ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എഴുതുന്നുള്ളൂ കേട്ടോ. സെക്കൻഡ് പൈപ്പ് പറയുന്നത് എന്താണ്? 5 hours faster than the first പൈപ്പ്. ഓക്കെ, എന്താണോ ഫസ്റ്റ് പൈപ്പ് അതിനേക്കാളും എന്താണ് 5 മണിക്കൂർ ഫാസ്റ്ററാണ്. ഫാസ്റ്റർ എന്ന് പറയുന്നത് എന്താണ് സാർ? 5 മണിക്കൂർ. 5 മണിക്കൂർ കുറവെടുത്തു എന്നല്ലേ പറയുന്നത്. ഫസ്റ്റ് എടുക്കുന്ന പൈപ്പ് എത്രയാണോ ആ സമയത്തിനേക്കാളും എന്താണ് 5 മണിക്കൂർ കുറവാണ് ഫാസ്റ്റർ എന്ന് പറയുന്നത്. ഇനി
അടുത്ത പറയുന്നത് എന്താണ് സെക്കൻഡ് പൈപ്പിനെ കുറിച്ച്? കമ്പാരിസൺ വിത്ത് തേർഡ്. 4 hours slower than the third pipe. 4 hours slower than the third pipe. തേർഡ് പൈപ്പ് എന്താണോ ഓക്കെ അതിനേക്കാളും എന്താണ് 4 മണിക്കൂർ കുറവാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? സെക്കൻഡ് പൈപ്പ് എന്ന് പറയുന്നത് മൂന്നാമത്തേനേക്കാളും എന്താണ് 4 മണിക്കൂർ അധികം കൊടുക്കുന്നു. ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞിരിക്കുന്നത്? എഫിഷ്യൻസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇതിലെന്താണ്? ടൈമിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ വരുന്ന പ്രോബ്ലംസിന് നമ്മൾ എന്ത് ചെയ്യണം സാർ? വേരിയബിൾസ് എടുത്തേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സപ്പോസ് ഈ ഫസ്റ്റത്തെ പൈപ്പ് ഞാൻ ടി ടൈമാണ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിൽ നിന്ന് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. ഫസ്റ്റത്തെ പൈപ്പ് ടി ടൈം ആണെങ്കിൽ സെക്കൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? T-5 ടൈം ആയിരിക്കും എടുക്കുന്നത് അല്ലേ? 5 മണിക്കൂർ കുറവായിരിക്കും. ഇനി നമുക്കറിയാം സെക്കൻഡ് എന്ന് പറയുന്നത് ആദ്യത്തേക്കാളും 5 മണിക്കൂർ കുറവാണ്. ഇനി തേർഡ് എന്ന് പറയുന്നത് എന്താണ് സാർ? സെക്കൻഡിനേക്കാളും 4 മണിക്കൂർ കൂടുതലാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഫാസ്റ്റസ്റ്റ് പൈപ്പ് എന്ന് പറയുന്നത് ആരാ? തേർഡാണ്. നോക്കി, ഈ 4 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 5 -5 -4. സോ തേർഡ് പൈപ്പ് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടും? T-5 -4 ദാറ്റ് വിൽ ബി T-9. ഓക്കെ, ഇവിടെ നോക്കിയേ 3 ആൾക്കാരും തമ്മിലുള്ള കമ്പാരിസൺ കിട്ടി. ആദ്യത്തെ ആൾ എടുക്കുന്ന ടൈം ടി ആണെങ്കിൽ രണ്ടാമത്തെ ആൾ എടുക്കുന്നത് എത്രയായിരിക്കും? 5 മണിക്കൂർ കുറവായിരിക്കും. രണ്ടാമത്തെ ആൾ എടുക്കുന്നത് എന്തായിരിക്കും? 5 മണിക്കൂർ കുറവായിരിക്കും. മൂന്നാമത്തെ ആൾ എന്താ? ആദ്യത്തേനേക്കാളും 9 മണിക്കൂർ കുറവ്. ക്ലിയർ? ഓക്കെ, ഇവിടെ നോക്കി, ഇതൊന്നും ജസ്റ്റ് ഒന്ന് ഞാൻ മായ്ച്ച് ഒതുക്കി വെക്കാം. ഇത് ഞാൻ മായ്ക്കുവാന്നേ. സോ രണ്ടാമത്തെ ആളെടു ഓക്കെ, നമുക്ക് ടൈമിൻ്റെ റേഷ്യോസ് കിട്ടിയല്ലോ. ഇനി ഇവിടെ നോക്കി, ആദ്യത്തെ ആള് എന്താണ്? ടി ടൈമാണ് എടുക്കുന്നത്. രണ്ടാമത്തെ ആൾ ഇവിടെ എന്താണ്? 5 മണിക്കൂർ കുറവാണ് ആദ്യത്തേനേക്കാളും. മൂന്നാമത്തെ ആൾ എന്താണ്? ആദ്യത്തേനേക്കാളും 9 മണിക്കൂർ കുറവ്. സോ എൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇവരുടെ LCM അത് എത്ര കിട്ടും? T × T-5 ഇൻറ്റു എന്താ? T-9. ഓക്കെ, സോ ഈ പറയുന്ന ആദ്യത്തെ പൈപ്പിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് എത്ര ലിറ്റർ വെള്ളം കിട്ടും? ദിസ് ഡിവൈഡ് ബൈ ദിസ് എന്ത് കിട്ടും? T-5 ഇൻറ്റു എന്താണ്? T-9. രണ്ടാമത്തെ ആളോ? T × T-9. മൂന്നാമത്തെ ആളോ? ഇത് ഡിവൈഡ് ചെയ്യുമ്പം T × T-5. ഇത്രയും ഡൗട്ടില്ലല്ലോ സാർ. ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ആദ്യത്തെ 2 ആൾക്കാർ തമ്മിൽ എടുക്കുന്ന എഫിഷ്യൻസി ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്? തേർഡ് പൈപ്പ്. അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പം കിട്ടുന്നത് എന്താണോ അതായിരിക്കും എന്ത്? മൂന്നാമത്തെ വാല്യൂ. സോ T-5 ഇൻറ്റു T-9 പ്ലസ് T × T-9, ഈ 2 വാല്യൂ ഫസ്റ്റത്തെ 2 ആൾക്കാർ ഈക്വൽ ടു എന്താണ് സാർ? T × T-5. സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്നാ കിട്ടും? T² - 14T + 45 + T² - 9T ഈക്വൽ ടു T² - 5T. ഓക്കെ, ഇവിടെ നോക്കി ക്യാൻസൽ ചെയ്യാൻ പറ്റുന്ന ക്യാൻസൽ ചെയ്തേ. സോ T² പോവും. ബാക്കി ഒരു T² ഉണ്ട്, ദാറ്റ് ഈസ് T². ഓക്കെ, -14T - 9T ഈക്വൽ ടു -5T. അത് ഇപ്പുറത്തോട്ട് വരുമ്പോൾ എത്ര വരും? +5. പ്ലസ് എന്ന് പറയുമ്പോൾ ഇത് എത്രയാവും? ഓക്കെ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 23.
minus 23 plus 5 എത്രയാണ് 18. So that will be minus 18t plus 45 equal to 0. So ഇങ്ങനെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതൊന്നും ചെയ്യാനില്ല. ഇത് നോക്കിയേ, മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം സാർ? 45 ആണ്. ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടണം സാർ? എത്രയാണ് സാർ വാല്യൂ? 15 and 3 അല്ലേ? 15 and 3. So answer will be what sir? T minus 15 into T minus 3. ഓക്കെ, ഇത് ചെയ്യുന്ന അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഒരു ക്ലാസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഞാൻ എടുത്തു തരാം. സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ടിക്ക് നമുക്ക് രണ്ട് വാല്യൂസ് കൊടുക്കാൻ പറ്റും. ഈക്വൽ ടു 0 ആണ്. നമുക്ക് ടിയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് 15 കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് 3 എടുക്കാം. നമുക്ക് എന്താ 3 എന്ന് പറയുന്ന വാല്യൂ ഇവിടെ എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ, 3 ഇവിടെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നെഗറ്റീവായി പോകും അല്ലേ? 3 minus 5 minus 2 നെഗറ്റീവ് സമയം വരത്തില്ലല്ലോ. സോ ആൻസർ വിൽ ബി വാട്ട്? 15. ക്ലിയർ ആയോ? ഓക്കെ സാർ, ഇവിടെ 3 പൈപ്പ് എഫിഷ്യൻസിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അതുപോലെ അടുത്ത സമയത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കി, സെക്കൻഡ് പൈപ്സ് വിൽ 5 hours faster. 5 hour faster എന്ന് പറഞ്ഞാൽ എന്താ? 5 മണിക്കൂർ കുറവ്. ഇനി സെക്കൻഡ് പൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? 4 hours slower than തേർഡ് പൈപ്പ്. ഓക്കെ, തേർഡ് പൈപ്പിനേക്കാളും അപ്പം 4 മണിക്കൂർ എന്ത് ചെയ്യും? അധികം എടുക്കും. ഓക്കെ, +4. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി ഓപ്ഷൻ വെച്ച് ചെയ്യുന്ന ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇത് ഞാൻ മായ്ക്കുവാന്നേ. എടാ, ഞാൻ ഓപ്ഷൻ 18 എടുക്കുമെന്ന് വിചാരിക്കാം. നമ്മുടെ ആദ്യത്തെ പൈപ്പിൻ്റെ സമയമാണല്ലോ ഇവർ ചോദിച്ചിരിക്കുന്നത് അല്ലേ? 18 എടുക്കുവാണെങ്കിൽ ആദ്യത്തെ പൈപ്പ് എന്തായിരിക്കും? 18 hour എടുക്കും. രണ്ടാമത്തെ പൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനേക്കാളും 5 മണിക്കൂർ കുറവ്, 13 വരും. മൂന്നാമത്തെ പൈപ്പോ ആദ്യത്തിനേക്കാളും 9 മണിക്കൂർ കുറവ്. സോ ഇവരുടെ LCM എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും സാർ? 9 into 2 into 30 എന്ന് പറഞ്ഞു കിട്ടും. ഇത് നമുക്ക് എത്ര കിട്ടും? ഇവിടെ 13, ഇവിടെ എന്തായിരിക്കും 18, ഇവിടെ എന്താണ് 26. ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്നുണ്ടോ? ഇല്ല. ഇത് 31ഉം ഇത്. അപ്പോൾ എന്താണ്? ആദ്യത്തെ ഓപ്ഷൻ അല്ല. ഇനി അടുത്ത എന്ത് ചെയ്യുക? അടുത്ത വാല്യൂ എടുത്ത് നോക്കുക. അടുത്ത എന്താ? 9 ആണ് പറയുന്നത്. 9 എന്തായാലും എടുക്കാൻ പറ്റില്ല. കാരണം എന്താ? മൂന്നാമത്തെ പൈപ്പ് എന്ന് പറയുന്നത് 9 മണിക്കൂറേ ഇല്ല. 0 hours അത് വർക്ക് ചെയ്യുന്ന കാര്യമാണ് പറയുന്നത്. സോ സെക്കൻഡ് ഓപ്ഷൻ എടുക്കണ്ട. തേർഡ് ഓപ്ഷൻ നോക്കിയേ, 12. ആദ്യത്തെ 12 മണിക്കൂറാണെങ്കിൽ രണ്ടാമത്തെ എത്രയായിരിക്കും സാർ? 5 മണിക്കൂർ കുറവ്. 5 എന്ന് പറയുമ്പോൾ 7 അല്ലേ? 7 hours. മൂന്നാമത്തെ പൈപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? 9 hours. അപ്പോൾ 3 hours. ഇതിൻ്റെ LCM എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 4 into 3 into 7. ഇവിടെ നോക്കി, ഇത് 7 വരും, ഇത് 12 വരും, ഇത് എത്ര കിട്ടും? 28. ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. 3 ഓപ്ഷനും ഇല്ല എങ്കിൽ നാലാമത്തെ ഓപ്ഷൻ ആയിരിക്കും ആൻസർ 15. നിങ്ങൾക്ക് അവിടെ വെച്ച് മാർക്ക് ചെയ്യാം. ഇല്ല എങ്കിൽ ഇപ്പോൾ ഇതൊക്കെ ആദ്യം വരുവാണെങ്കിൽ ഇനി 15 കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. നോക്കിയേ, ആദ്യത്തേത് 15 മണിക്കൂറാണെങ്കിൽ അടുത്തത് എത്രയായിരിക്കും? 10 ആയിരിക്കും. മറ്റേ എത്രയായിരിക്കും? 9 മണിക്കൂർ കുറവായിരിക്കും ആദ്യത്തിനേക്കാളും. എത്ര കിട്ടും? 6. അല്ല എങ്കിൽ രണ്ടാമത്തേനേക്കാളും എത്രയാണ്? 4 മണിക്കൂർ കുറവാണ്. അങ്ങനെയും ചിന്തിക്കും. അങ്ങനെയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ എടുത്താൽ മതി. സോ ഇതെത്ര കിട്ടും നിങ്ങൾക്ക്? 30. ഇത് 2, ഇത് 3, ഇത് 5. ഓക്കെ, ആദ്യത്തെ രണ്ടും എത്ര പമ്പ് ചെയ്യുന്നോ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത്? മൂന്നാമത്തെ കിട്ടുന്നുണ്ട്. സോ ആൻസർ 15. ക്ലിയർ ആയോ? സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. Okay, 2 pipes A and B can fill a tank in 10 minutes and 20 minutes respectively. The pipe C can empty the tank in 30 minutes. All the 3 pipes are opened at the beginning. However, the pipe C is closed 2 minutes before the tank is filled. In what time the tank will be full?
ഓക്കെ, എയും ബിയും എന്താണ് 10 മിനിറ്റ് 20 മിനിറ്റ് കൊടുത്ത് ടാങ്ക് ഫുൾ ചെയ്യാൻ പറ്റും, എം ടി ടാങ്കിനെ. ഇനി സി എന്ന് പറയുന്ന ആളെന്താ 30 മിനിറ്റിൽ എം ടി ചെയ്യാൻ പറ്റും. ഇവിടെ ഒന്നുമില്ലടാ, നോക്കി ചെയ്ത ഒരേ ടൈപ്പ് തന്നെയാണ്. എ എന്ന് പറയുന്നത് 10, ബി എന്ന് പറയുന്നത് എത്രയാണ് 20 മിനിറ്റ്. സി എന്ന് പറയുന്ന ആളെന്താണ് എം ടി ആണ് 30 മിനിറ്റിൽ. സോ എൻ്റെ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്ര കിട്ടും 60 ലിറ്റർ ടാങ്ക് LCM. സോ ഇവിടെ എത്ര കിട്ടും 6 ലിറ്റർ. ഇവിടെ എത്ര കിട്ടും 3 ലിറ്റർ പമ്പ് ചെയ്യും. ഇവിടെയോ 2 ലിറ്റർ. ഈ 2 എന്ന് പറയുന്നത് എന്ത് ചെയ്യാം മറക്കരുത്, മൈനസ് ഇടാൻ മറക്കരുത്, എം ടി ആണ്. ഓക്കെ, ഇനിയാണ് കഥ തുടങ്ങുന്നത്. എന്താ ഇവിടെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, എന്താ 3 പൈപ്പും ഒരുമിച്ച് തുറന്നോട്ടെ. 3 പൈപ്പ് ഒരുമിച്ച് തുറന്നു. ഓക്കെ, എത്രയോ സമയത്തേക്ക് തുറന്നു വെച്ചു. ഇനിയും ഇത് നിറയണതിന് തൊട്ട് മുന്നേ 2 മിനിറ്റ് മുന്നേ എന്താ പറഞ്ഞിരിക്കുന്നത്, സി ക്ലോസ് ചെയ്തു. സി ക്ലോസ് ചെയ്ത ആര് മാത്രമേ ഉള്ളൂ, എയും ബിയും ഉള്ളൂ. ഈ 2 മിനിറ്റിൽ ആര് മാത്രമേ ഉള്ളൂ, എയും ബിയും ഉള്ളൂ അല്ലേ. 2 മിനിറ്റ്സ് ബിഫോർ ദ ക്ലോസിങ്. ടാങ്ക് എത്ര നേരം കൊണ്ട് ഫുള്ളാകും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഫൈൻ. എടാ ഒന്നുമില്ല, ഇവിടെ നോക്കിയേ, ഈ 2 മിനിറ്റ് നേരത്തേക്ക് എയും ബിയും തുറന്നു വെക്കുവാണെങ്കിൽ നമുക്കവിടെ എത്ര ലിറ്റർ കിട്ടും? നമുക്കറിയാം എയും ബിയും കൂടിയിട്ട് എത്ര തരും സാർ, 9 ലിറ്റർ തരും. ഇപ്പോൾ ഇവിടെ നമുക്ക് എത്ര കിട്ടും, 18 ലിറ്റർ കിട്ടും എയും ബിയും ആ 2 മിനിറ്റത്തേക്കും. നമ്മുടെ കപ്പാസിറ്റി എത്രയാണ് സാർ, 60 ആണ്. 60-ൽ നിന്ന് 18 പോയാൽ ബാക്കി എത്രയുണ്ട് സാർ, 42 ലിറ്റർ. ഈ 42 ലിറ്റർ ഈ 3 ആൾക്കാരുടെയും കൂടിയിട്ടുള്ള കോൺട്രിബ്യൂഷനാണ്. നോക്കി, എയും ബിയും 9 തരും, 9-ൽ നിന്ന് 2 7 ലിറ്റർ. അതായത് ഇവർ 3 പേരും വരയ്ക്കുകയാണെങ്കിൽ എനിക്ക് എത്രയാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, 7 ലിറ്റർ. ഓക്കെ, 7 ലിറ്റർ വെച്ചിട്ട് നമുക്ക് ഈ 42 ലിറ്ററുള്ള ടാങ്കിനെ ഫുള്ളാക്കണം, അല്ലെ അത്രയും വെള്ളം വേണം. ഓക്കെ, സോ ഈ ആൻസർ എന്ന് പറയുന്നത് എത്ര കിട്ടും സാർ, 6 അവർ. ഇവിടെ എത്രയാണ് 6 അവർ അല്ല മോനെ, 6 മിനിറ്റ് ആണ്, സോറി. ഇവിടെ 6 മിനിറ്റ്. സോ ടോട്ടൽ സമയം എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും സാർ, എന്നോട് ചോദിച്ചു. ഈ ടാങ്ക് നിറയാനെടുക്കുന്ന സമയമാണ്. നേരെ കയറി ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യരുത്. ഓക്കെ, ടോട്ടൽ എടുക്കുന്ന സമയമാണ്. ടാങ്ക് ഫുള്ളാകാൻ എത്ര സമയം എടുക്കും, 8 മിനിറ്റ്സ്. ഓക്കെ, സി ഓപ്ഷനും ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനും ശ്രദ്ധിക്കുക. 2 pipes A and B can fill the tank in 48 and 66 minutes. If both the pipes are open simultaneously, then after how many minutes should pipe B be closed so that the tank gets filled in 32 minutes? അല്ലേ, പൈപ്പ് എയുടെ ബിയുടെ എന്താണ് സമയം തന്നിട്ടുണ്ട്. പിന്നെന്താ അവർ പറയുന്നത്, ഇവർ എയും ബിയും തുറന്നു വെച്ചു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, ബി ക്ലോസ് ചെയ്തു. ഇപ്പോൾ എ ആര് മാത്രമേ ഉള്ളത്, എ എന്ന് പറയുന്ന ആൾ മാത്രമേ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ 32 മിനിറ്റ് കൊണ്ട് ഈ വർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ടാങ്ക് എന്താണ് നിറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ബി ഏത് സമയത്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. സോ ആദ്യം എന്ത് ചെയ്യുക, ഇവരുടെ എഫിഷ്യൻസി കാണുക. ഓക്കെ, നമുക്കറിയാം എ എന്ന് പറയുന്നത് 48 മിനിറ്റിൽ, ബി എന്ന് പറയുന്നത് എത്രയാണ് 66 മിനിറ്റ്സിൽ. സോ ഇവരുടെ LCM എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും സാർ, 8 × 6 × 11 ആണല്ലോ. ഇതാണ് ഇവരുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി. എത്ര കിട്ടും, 48 × 11 എന്ന് പറയുന്നത് it will be 8, 12, 2 carry 1, so 5. ഇതാണ് എന്ത് എൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി. അവിടെ നിൽക്കട്ടെ. ഇവരുടെ ഒരാളുടെയും എഫിഷ്യൻസി എത്രയായിരിക്കും, ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എത്ര കിട്ടും, 11 ലിറ്റർ പെർ മിനിറ്റ്. ഇവിടെയോ ഡിവൈഡ് ചെയ്യുമ്പം 8 ലിറ്റർ പെർ മിനിറ്റ്. ക്ലിയർ ആയല്ലോ. ഇനി ഇവർ പറഞ്ഞിരിക്കുന്നത് എന്താണ്, എയും ബിയും ഞാൻ തുറന്നു വെച്ചു, എത്രയോ നേരത്തേക്ക് ഞാൻ തുറന്നു വെച്ചു, അത് കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്തു. ആ സമയമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് ബി ക്ലോസ് ചെയ്തു. ബി ക്ലോസ് ചെയ്താൽ പിന്നെ ആര് മാത്രമേ ഉള്ളൂ, എ എന്ന് പറയുന്ന ആളാണ്. 32 മിനിറ്റിൽ എന്ത് ചെയ്യണം, എനിക്ക് ഈ ടാങ്ക് എന്ത് ചെയ്യണം, ഫുള്ളാവണം. ഓക്കെ, ഒരു കാര്യം നമുക്കറിയാവുന്നത് എന്താണ്, തുടക്കം മുതൽ ഒടുക്കം വരെ ആരുണ്ട്, എ ഉണ്ട്. എ എന്ന് പറയുന്ന പൈപ്പുണ്ട്. നമുക്കറിയാം എ എന്ന് പറയുന്ന എത്ര ലിറ്റർ തരും,
11 ലിറ്റർ വെച്ച് തരും. നോക്കിയേ, ഓരോ മിനിറ്റിലും 32 മിനിറ്റിലേക്ക് ഞാൻ ഓപ്പൺ ആക്കി വെച്ചിരിക്കുവാണെങ്കിൽ എനിക്ക് എത്ര ലിറ്റർ വെള്ളം തരും? 253 352 ലിറ്റർ വെള്ളം ആര് തരും? എന്ന് പറയുന്ന ആൾ തരും. ഇസ്ന്റ് ഇറ്റ് സോ? അതിൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 528. ബാക്കി എത്ര ലിറ്റർ വെള്ളം കിട്ടും? 176 ലിറ്റർ വെള്ളം എനിക്ക് വേണം. അത് ആരാണ് തരുന്നത്? ബി എന്ന് പറയുന്ന ആളാണ് എനിക്ക് തരുന്നത്. നമുക്കറിയാം ബി എന്ന് പറയുന്നത് ഓരോ മിനിറ്റിലും എത്ര ലിറ്റർ വെള്ളം വെച്ച് തരും? 8 ലിറ്റർ. സോ അങ്ങനെയാണെങ്കിൽ 176 ലിറ്റർ വെള്ളം തരാൻ വേണ്ടി ഇത് എത്ര സമയം എടുക്കും? എത്രയാണ്? 222. സോ 22 മിനിറ്റിലേക്കാണ് എന്ത് ബി വർക്ക് ചെയ്യുന്നത്. സോ 22 മിനിറ്റ് കഴിഞ്ഞിട്ട് എന്താണ് പൈപ്പ് ക്ലോസ് ചെയ്യുന്നത്. സോ ആൻസർ വിൽ ബി വാട്ട്? 22 മിനിറ്റ്സ്. ക്ലിയർ ആയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. 2 pipes A and B can fill a tank in 1/3 hours and 2 hours. If both the pipes are open simultaneously, then how much time will the empty tank be filled? ഒന്നുമില്ലടാ, രണ്ടാൾക്കാരുടെ സമയം തന്നിട്ടുണ്ട്. ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ എത്ര നേരം എടുക്കും എന്നുള്ളതാണ് ചോദ്യം. നമുക്കറിയാം എ എന്ന് പറയുന്നത് 1/3 എന്ന് പറയുന്നത് എത്ര വരും? 4/3 അവർ. ബി എന്ന് പറയുന്നത് എത്രയാണ്? 2 hours. സാർ ഇവരുടെ LCM എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? ഫ്രാക്ഷൻ്റെ LCM എന്ന് പറയുന്നത് ന്യൂമറേറ്ററിൻ്റെ എന്ത് ചെയ്യുക? LCM എടുക്കുക. ഡിനോമിനേറ്ററിൻ്റെ എന്ത് ചെയ്യുക? HCF എടുക്കുക. സോ ഇവരുടെ LCM എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 4. ഇവിടെ നമുക്ക് എത്ര ലിറ്റർ കിട്ടും? 3 ലിറ്റർ കിട്ടും പെർ അവറിൽ. ഇവിടെയോ 2 ലിറ്റർ കിട്ടും. ഇസ്ന്റ് ഇറ്റ് സോ? സോ 1 മണിക്കൂറാണെങ്കിൽ നമുക്ക് എത്ര ലിറ്റർ വെള്ളം കിട്ടും? 5 ലിറ്റർ വെള്ളം കിട്ടും. എവിടെ? ഈ രണ്ടുപേരും ഓപ്പൺ ആക്കി വെക്കുവാണെങ്കിൽ, അല്ലേ? രണ്ടുപേരും ഓപ്പൺ ആക്കി വെക്കുവാണെങ്കിൽ 1 മിനിറ്റിൽ എനിക്ക് എത്ര കിട്ടും? 1 മണിക്കൂറിൽ എനിക്ക് എത്ര കിട്ടും? 5 ലിറ്റർ. പക്ഷെ നമ്മുടെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 4 ലിറ്ററേ ഉള്ളൂ. അതായത് 5 ലിറ്ററിൽ എത്ര ലിറ്റർ വേണം? 5 ലിറ്ററിൽ എനിക്ക് 4 ലിറ്റർ മതി സാർ. ഓക്കെ, ക്ലിയർ? സോ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? 4/5. സോ അങ്ങനെ ഒരു സംഭവം ഇല്ല നമുക്ക്. സോ ഇതിന് എന്ത് ചെയ്യുക? മിനിറ്റ്സിലേക്ക് മാറ്റുക. ഇൻറ്റു എന്ത് ചെയ്യുക? 60 ചെയ്യുക. സോ ഇതെത്ര പോകും? 5 ഇതിൽ 12 ടൈംസ്. സോ ആൻസർ വിൽ 4 × 12 എന്ന് പറയുന്നത് എത്രയാണ്? 48 മിനിറ്റ്സ്. ക്ലിയർ? ക്ലിയർ ആയാലോ? ഇത്ര ഉള്ളടാ. നമുക്ക് എത്രയാണ്? 5 ഭാഗത്തിൽ 4 ഭാഗം മതി. സോ ആൻസർ വിൽ ബി 4/5 അവർ. അതിനെന്ത് ചെയ്യുക? മിനിറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. There are 2 pipes used to fill a tank when operated together. They can fill the tank in 20 minutes. If one pipe can fill the tank 2.5 times quickly as the other, then faster pipe. Okay. See, സെയിം നമ്മൾ ടൈപ്പ് കണ്ടിട്ടുണ്ട്. എഫിഷ്യൻസിയുടെ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഇത് വന്നിട്ടുണ്ട്. ഇവരെന്താണ് ഒരുമിച്ച് 20 മിനിറ്റ് എടുക്കുന്ന കഥയും പറഞ്ഞിട്ടുണ്ട്. 2 1.5 ടൈംസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 1.5 ടൈംസ് എന്ന് പറഞ്ഞാൽ എന്താ? 5/2. സോ ഒരാൾ 5 ലിറ്റർ വെള്ളം തരുമ്പോൾ മറ്റേ ആൾ എത്ര തരും സാർ? 2 ലിറ്റർ വരും, അല്ലേ? ഇനി ഇവർ ഒരുമിച്ച് when they are operated together they fill in 20 minutes എന്ന് പറഞ്ഞിരിക്കും. ഇവർ ഒരുമിച്ച് വരുവാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 7 ലിറ്റർ വെള്ളം കിട്ടും. 7 ലിറ്റർ വെള്ളം കിട്ടും. അവർ 20 മിനിറ്റ് എടുക്കുമ്പോഴാണ് ടാങ്ക് നിറയുന്നത്. സോ ഇതായിരിക്കും എന്ത്? എൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. സോ 7 × 20 ആണ് എന്ത്? എൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി. ഇനി ഫാസ്റ്റർ പൈപ്പ് എടുക്കുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. ഫാസ്റ്റർ പൈപ്പ് എന്ന് പറയുന്നത് എത്രയാണ്? ഈ പൈപ്പാണ്. കാരണം എന്താ? ഈ പൈപ്പാണ് 5 ലിറ്റർ വെള്ളം തരുന്നത് ഓരോ മിനിറ്റിൽ. ഇദ്ദേഹം എത്ര തരുന്നുള്ളൂ? 2. സോ ഫാസ്റ്റർ എന്ന് പറയുന്നത് ഇയാളാണ്. ഇയാൾ 5 ലിറ്റർ വെച്ചിട്ട് ഓരോ മിനിറ്റ് തരുന്നുണ്ടെങ്കിൽ നോക്കി, ഇത് നിറയാൻ എത്ര സമയം എടുക്കും? 28 മിനിറ്റ്. ക്ലിയർ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A pipe can fill an empty tank in 5 minutes. Another pipe can empty it in 6 minutes. If both the pipes are open simultaneously. Simultaneously എന്തിനാണ് എന്നുള്ളത് പറഞ്ഞിട്ടില്ല. ഇവിടെ നോക്കിയേ, ഫില്ല് ചെയ്യാൻ
ഫില്ല് ചെയ്യുന്നത് 5 മിനിറ്റേ എടുക്കുന്നുള്ളൂ. എം ടി ചെയ്യാൻ എന്താ 1 മിനിറ്റ് കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയമാണ് ഇവർ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് തിരിച്ചായിരുന്നെങ്കിലോ, എം ടി ചെയ്യാൻ എടുക്കുന്ന സമയം കൂടുതലായിരുന്നെങ്കിലോ? ചിന്തിച്ചു നോക്ക്. ഇവിടെ നോക്കി, 5 മിനിറ്റ് എ എന്ന് പറയുന്ന പൈപ്പ്, അനദർ പൈപ്പ് ബി എന്ന് വിളിക്കുക, എം ടി ചെയ്യാൻ എടുക്കുന്നത് എത്രയാണ്? 6. സോ ടോട്ടൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 30 ആണ്. സോ ഇവിടെ എനിക്ക് എത്ര കിട്ടും? 6 ലിറ്റർ കിട്ടും പെർ മിനിറ്റിൽ. ഇവിടെ എനിക്ക് എത്ര കിട്ടും? 5 ലിറ്റർ പെർ മിനിറ്റിൽ. എന്താണ്? പോകുന്നതാണ്. ഓക്കെ, രണ്ടും ഒരുമിച്ച് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഒന്ന് നോക്കി, എനിക്ക് 6 ലിറ്റർ വെള്ളം വരുന്നു, 5 ലിറ്റർ പോകുന്നു. ലിറ്ററിൽ എനിക്ക് എത്ര ലിറ്റർ വെള്ളമേ ടാങ്കിൽ വീഴുന്നുള്ളൂ? 1 ലിറ്റർ വെള്ളമേ വീഴുന്നുള്ളൂ. ഇസ്ന്റ് ഇറ്റ് സോ? നമുക്കറിയാം ടാങ്കിൻ്റെ കപ്പാസിറ്റി എത്രയാണ്? 30 ലിറ്റർ. സോ ഡിവൈഡ് ബൈ എത്ര വരും? 1. സോ ആൻസർ വിൽ ബി വാട്ട്? 30 മിനിറ്റ്സ്. ക്ലിയർ ആയോ? ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങളടുത്ത് ചോദിച്ചില്ലേ തിരിച്ചാണ് വരുന്നതെങ്കിൽ? തിരിച്ചു വരുമ്പം ടാങ്കിൽ എന്താ? വെള്ളമേ ഉണ്ടാകത്തില്ല. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 2 pipes P and Q fill in 36-45 minutes respectively. If both the pipes are open together, time to fill the tank. ഒന്നുമില്ല. നോക്കി, പി എന്ന് പറയുന്നത് 36 മിനിറ്റ്, ക്യൂ എന്ന് പറയുന്നത് 45 മിനിറ്റ് ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയം. സോ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയായിരിക്കും? 90 അല്ല, ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 180 ലിറ്റർ. ഓക്കെ, ഇവിടെ നോക്കി, ഇവിടെ എത്ര വരും? 5 ലിറ്റർ കിട്ടും ഓരോ മിനിറ്റിലും. ഇവിടെയോ 4 ലിറ്റർ കിട്ടും പെർ മിനിറ്റിൽ. ഇവർ ഒരുമിച്ച് വരുവാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും സാർ? 9 ലിറ്റർ കിട്ടും. നമ്മുടെ കപ്പാസിറ്റി എത്രയാണ് സാർ? 180. 9 ലിറ്റർ വെച്ച് ഫില്ല് ചെയ്യുമ്പം എടുക്കുന്ന സമയം എത്രയായിരിക്കും? 20 മിനിറ്റ്സ്. ഓക്കെ, ഓപ്പൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അതെ, സോ ആൻസർ വിൽ ബി 20. എളുപ്പമുള്ള ചോദ്യങ്ങളാണല്ലേ? ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. Pipe A and B can fill the tank in 15 hours, 25 hours respectively, whereas pipe C can empty in 40 hours. All the 3 pipes are open together, but pipe A is closed after 5 hours. After how many hours will the remaining part of the tank be filled? ബാക്കി എത്ര സമയം കൊണ്ടാണ് ടാങ്ക് ഫില്ല് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കി, 3 പൈപ്പുകളുണ്ടല്ലേ. പൈപ്പ് എ എന്ന് പറയുന്നത് എത്രയാണ്? 15 അവർ. പൈപ്പ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 25 അവർ. പൈപ്പ് സി എന്ന് പറയുന്നത് എത്രയാണ്? 40. സോ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും സാർ? 8 × 25 × 3, 600 വരും അല്ലേ? 8 × 25 × 3. സോ എൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 600 ലിറ്റർ. ഓക്കെ, സോ ഒരാൾക്കാരുടെ എഫിഷ്യൻസി ആദ്യം കണ്ടുപിടിക്കാം. ഇത് എത്ര കിട്ടും സാർ? 40 ലിറ്റർ. Isn't it so? ഇതോ 24. ഇതോ 50. ക്ലിയർ ആയല്ലോ? ഇതെന്ന് പറയുന്നത് എന്താണ് സാർ? നെഗറ്റീവാണ്. ഓക്കെ, വെള്ളം എന്ത് ചെയ്യാണ്? എം ടി ആയി പോകുന്നതാണ്. ഇനി ഇവിടെ നമുക്ക് നോക്കിയാൽ കണ്ടീഷൻ ഇവർ പറഞ്ഞിട്ടുണ്ട്. ഒരു കണ്ടീഷൻ എന്താ പറയുന്നത്? 3 പൈപ്പും ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട്, എ ആൻഡ് ബി സി. ഓക്കെ, തുറന്നു വെച്ചു. അതിനുശേഷം 5 മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബട്ട് എന്ത് ചെയ്തു? എ ക്ലോസ് ചെയ്തു. 5 മണിക്കൂറത്തേക്കാണ് ഇവർ വർക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് എ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആര് മാത്രമുള്ളത്? ബിയും സിയും. ക്ലിയർ ആയോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ റിമൈനിങ് പാർട്ട് എത്ര സമയം കൊണ്ട് ഫില്ല് ചെയ്തു എന്നുള്ളതാണ് ചോദ്യം. ഒന്നില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ടോട്ടൽ ടൈം കണ്ടുപിടിക്കുക.
അതിൽ നിന്ന് എന്ത് ചെയ്യുക, 5 കുറയ്ക്കുക. ക്ലിയർ? അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ ടോട്ടൽ വർക്ക് അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യുക, ഈ ഭാഗം എന്ത് ചെയ്യുക, ടോട്ടൽ കപ്പാസിറ്റിയിൽ നിന്ന് എന്ത് ചെയ്യുക, ഈ ഭാഗം കുറയ്ക്കുക. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് 2 രീതിയിലും ചെയ്യാം. ഫൈൻ. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് സെക്കൻഡ് പറഞ്ഞ രീതി ചെയ്തു നോക്കാം. ഓക്കെ, ഇവിടെ 40, ഇത് 24, ഇത് -15. നമുക്ക് എത്ര കിട്ടും? 40, 64, 64ൽ നിന്ന് 15 പോയാൽ 49. 49 ലിറ്റർ എന്ത് കിട്ടും ഓരോ അവറിലും നമുക്ക് കിട്ടും. അങ്ങനെ 5 മണിക്കൂറത്തേക്കാണ് എന്ത് ചെയ്തത്, ഈ ടാങ്ക് ഞാൻ ഓപ്പൺ ആക്കി വെച്ചത്. 5 മണിക്കൂറത്തേക്ക് ഞാൻ ഇത് ഓപ്പൺ ആക്കി വെക്കുവാണെങ്കിൽ എനിക്ക് എത്ര ലിറ്റർ വെള്ളം കിട്ടും സാർ? 245 ലിറ്റർ വെള്ളം എനിക്ക് എന്ത് ചെയ്യും, ഈ 5 മണിക്കൂറിൽ കിട്ടും. നമുക്ക് എത്ര ലിറ്റർ വെള്ളം ഉണ്ട്? എൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി 600 ലിറ്റർ ഉണ്ട്. 600 ലിറ്ററിൽ എത്ര കിട്ടി? 245. ബാക്കി എത്രയും കൂടി വേണം സാർ? 355 ലിറ്റർ. ഈ 355 ലിറ്റർ എന്ന് പറയുന്നത് ആരായിരിക്കും സാർ തരുന്നത്? ബിയും സിയും കൂടിയിട്ടാണ് തരുന്നത് അല്ലേ? സോ 355 ഡിവൈഡഡ് ബൈ വാട്ട് സാർ? ബിയും സിയും കൂട്ടിയിട്ട് നമുക്ക് എത്ര തരും? 24 തരുന്നു, 15 പോകുന്നു, 9 ലിറ്റർ എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യുന്നു. സോ ആൻസർ വിൽ ബി എത്രയായിരിക്കും? 35 എന്ന് പറയുമ്പോൾ 27, 27, ബാക്കി എത്ര കിട്ടും? 8. 85ൽ 9 ടൈംസ്, ബാക്കി 4. സോ 39, 4/9. സോ ഇതെടുക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ് സാർ? 39, 4/9 അവർ. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഇതാണ് നമുക്കിതിൽ നിന്ന് ആദ്യം ചെയ്യാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ടോട്ടൽ അവേഴ്സ് കണ്ടുപിടിക്കുക. ടോട്ടൽ അവേഴ്സ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? നമുക്കറിയാം ബിയും സിയും എത്ര നേരം വർക്ക് ചെയ്തിട്ടുണ്ട്, തുടക്കം മുതൽ ഒടുക്കം വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. സോ ആൻസർ വിൽ ബി a cistern can be filled by 2 pipes 8 minutes and 10 minutes respectively. Both the pipes are open together for certain time, but due to obstruction only 5/8 of the full quantity of the water flowed through the former pipe and 3/8 through the later pipe. However, the obstruction was suddenly removed and the cistern was filled in 3 minutes from the moment. How long did it take before the full flow began? ഇത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 2 പൈപ്പുകളുണ്ട്, 8 മിനിറ്റിലും 10 മിനിറ്റിലും ടാങ്ക് ഫുള്ളാക്കുന്നത്. പക്ഷെ എന്ത് പറ്റി? ആദ്യത്തെ പൈപ്പ് 8ലെ 5 ഭാഗമേ വന്നിട്ടുള്ളൂ പുറത്തേക്ക്. രണ്ടാമത്തെ പൈപ്പിൻ്റെയോ 5ൽ 3 ഭാഗമേ വന്നിട്ടുള്ളൂ. പിന്നെ ഒബ്സ്ട്രക്ഷൻ എത്ര നേരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ചോദ്യം. ഒബ്സ്ട്രക്ഷൻ മാറിക്കഴിഞ്ഞിട്ട് എത്ര നേരം ഫില്ല് ചെയ്തിട്ടുണ്ട്? 3 മിനിറ്റത്തേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് നമുക്കറിയാമല്ലോ. ഇവിടെ നോക്കി, ആദ്യം തന്നെ എന്ത് ചെയ്യുക, എഫിഷ്യൻസി കണ്ടുപിടിക്കുക. 8ഉം 10 മിനിറ്റും. സോ ഇതെത്രയാണ്? 40 ലിറ്റർ ആണ് ഇത് എൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി. സോ ഇവിടെ എത്ര വരും? 5 ലിറ്റർ പെർ മിനിറ്റ് കിട്ടും. ഇവിടെയോ 4 ലിറ്റർ പെർ മിനിറ്റ് കിട്ടും. ഓക്കെ, ഇനി ഇതിലൊരു രസം, 3 മിനിറ്റത്തേക്ക് ഒബ്സ്ട്രക്ഷൻ ഒന്നും ഇല്ലാതെ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഈ ഒരു പീരീഡിൽ ആദ്യത്തെ പീരീഡിൽ ഒബ്സ്ട്രക്ഷൻ ഉണ്ടായിരുന്നു. ഇതിൻ്റെ സമയമാണ് കണ്ടുപിടിച്ചത്. ഇവിടെ ഒബ്സ്ട്രക്ഷൻ ഒന്നുമില്ലാതെ 3 മിനിറ്റത്തേക്ക് ഇത് വർക്ക് ചെയ്തു. 3 മിനിറ്റത്തേക്ക് ഇത് വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ലിറ്റർ വെള്ളം കിട്ടും എനിക്ക്? 5ഉം 4ഉം 9. സോ 9 × 3 27 ലിറ്റർ വെള്ളം എനിക്ക് എന്താണ് ഈ പറയുന്ന പീരീഡിൽ കിട്ടിയിട്ടുണ്ട്. ഈ ഒബ്സ്ട്രക്ഷൻ ഉള്ള സമയത്ത് അപ്പോൾ എത്രയായിരിക്കും കിട്ടിയിട്ടുണ്ടാവുക? 13 ലിറ്റർ. ഈ 13 ലിറ്റർ ഫില്ല് ചെയ്യാനെടുത്ത സമയമാണ് ചോദിച്ചത്. ആ സമയത്തൊരു കാര്യം പറഞ്ഞിരിക്കുന്നത് എന്താ? ആദ്യത്തേതിൽ നിന്ന് അതിൻ്റെ എത്രയാണ്? 5/8 വരുന്നുള്ളൂ. രണ്ടാമത്തെ ഇതിൽ നിന്ന് എത്രയേ വരുന്നുള്ളൂ? 3/5 പാർട്ടേ വരുന്നുള്ളൂ. ഓക്കെ, സോ എത്ര കിട്ടും സാർ?
25/8 പ്ലസ് 12/5. സോ ഇത് നിങ്ങൾക്ക് എത്ര കിട്ടും? ഇച്ചിരി കാൽക്കുലേറ്റീവ് ആടാ. 175 പ്ലസ് 96 ഡിവൈഡ് ബൈ 40. ഇതെത്ര കിട്ടും? സോറി, ഇത് 175 അല്ല, 5 into 25 ആണ്. സോ ഇറ്റ് വിൽ ബി 125. ഇത് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടും? 221 ഡിവൈഡ് ബൈ 40. ഇതാണ് എൻ്റെ എന്ത് ഫ്ലോ റേറ്റ്. നമുക്ക് എത്ര ലിറ്റർ വെള്ളം വേണം? 13 ലിറ്റർ. ഇത് എടുക്കുന്ന സമയമാണ് ചോദിച്ചിരിക്കുന്നത്. സോ 221 ഡിവൈഡ് ബൈ 40, ഇത് മുകളിലേക്ക് പോവുക. 40 13 ഇതിൽ എത്ര ടൈംസ് പോവും? 17 ടൈംസ് പോവും. സോ 40 ഡിവൈഡ് ബൈ 70 എത്ര കിട്ടും? 2/6/17. സോ ഒബ്സ്ട്രക്ഷൻ നിന്നേക്കുന്ന സമയം എന്ന് പറയുന്നത് എത്രയാണ്? 2/6/17. സോ ആൻസർ വിൽ ബി 6. ക്ലിയർ ആയോ? ഇച്ചിരി കാൽക്കുലേറ്റീവ് ആണെന്നേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. 2 pipes can fill a tank in 12 hours and 18 hours respectively, while a third pipe can empty in 8 hours. How long it will take to empty the tank if all 3 pipes are... how long it will take to fill the empty tank? So 12, 18, മൂന്നാമത്തെ ആളാരാ? empty എന്ന ആള്. സോ ഇതിൻ്റെ LCM എന്ന് പറയുന്നത് എത്ര കിട്ടും? 72. സോ 12 ഇതിൽ 6 ടൈംസ്, ഇതിലോ 36 4 ടൈംസ്, സോറി 9 ടൈംസ്. ഓക്കെ, ഇത് നെഗറ്റീവ് ആണ്. ക്ലിയർ ആയോ? ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ടു എംപ്റ്റി ദ ടാങ്ക്? ഓക്കെ, 3 പൈപ്പ് ഒരുമിച്ച് തുറക്കുവാണെങ്കിൽ നോക്കിയിടാം, ഒന്നുമില്ല. 3 പൈപ്പും തുറക്കുവാണെങ്കിൽ ഇവിടെ 10 കിട്ടും, 9 പോവും. 10 നിന്ന് 9 പോയാൽ എത്രയാ? ഓരോ മണിക്കൂറിൽ എനിക്ക് എത്ര വെച്ച് കിട്ടുള്ളൂ? ഓരോ ലിറ്റർ. നമുക്കറിയാം നമ്മുടെ കപ്പാസിറ്റി എത്രയാണ്? 72. ഓരോ ലിറ്റർ വെച്ച് ഫില്ല് ചെയ്യുവാണെങ്കിൽ എത്ര നേരം എടുക്കും? 72 hours. ക്ലിയർ? ചിലതൊക്കെ ഭയങ്കര എളുപ്പമാണ്. നോക്കി, pipe X can fill a tank in 60 hours, while pipe Y can fill the tank in 72 hours. Both the pipes are open together for 20 hours. How much of the tank is empty? Clear? ഇവിടെ നോക്കിയേ, പൈപ്പ് എക്സ് തന്നിട്ടുണ്ട്, അതുപോലെ എന്താ വൈയും തന്നിട്ടുണ്ട് 72 hours എന്നുള്ളത്. 60 എത്രയാ? 72. എക്സ് വൈ ഫില്ല് ചെയ്യാൻ എടുക്കുന്ന സമയമാണ്. സോ LCM എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? ഇൻറ്റു 5, 360. സോ എൻ്റെ ടാങ്കിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? 360 ലിറ്റർ. ഓക്കെ, ഇത് എത്ര ടൈംസ് പോവും? 6. ഇതോ 5 ടൈംസ്. ഓക്കെ, എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നോക്കി, ഈ പൈപ്പ് 20 മണിക്കൂറത്തേക്ക് ഓപ്പൺ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ ടാങ്കിൻ്റെ എത്ര ഭാഗമാണ് എംപ്റ്റി എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം ക്ലിയർ ആയോ? ഓക്കെ, നമുക്കറിയാം 20 മണിക്കൂറത്തേക്ക് ഞാൻ ഓപ്പൺ ആക്കി വെക്കുവാണെങ്കിൽ എനിക്ക് എത്ര ലിറ്റർ വെള്ളം കിട്ടും? നോക്കി, ഓരോ മണിക്കൂറിലും 11 ലിറ്റർ വെച്ച് വെള്ളം കിട്ടും. 11 ലിറ്റർ വെച്ച് വെള്ളം കിട്ടും. അപ്പോൾ 20 മണിക്കൂറത്തേക്കാണെങ്കിലോ 20 × 11 ലിറ്റർ വെള്ളം എനിക്ക് കിട്ടും. സോ ഇത് എനിക്ക് എത്ര കിട്ടും? 220 ലിറ്റർ വെള്ളം കിട്ടും. അത്ര വെള്ളം എനിക്ക് കിട്ടി. എത്രയിൽ? 360. എത്രയിൽ? 360. ഇനി എത്രയും കൂടി എനിക്ക് കിട്ടാനുണ്ട്? 140 അല്ലേ? 360 മൈനസ് 220 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടും? 4. 140 ലിറ്റർ വെള്ളം എനിക്ക് എന്താണ് കിട്ടാനുണ്ട്. എത്രയിൽ? 360 അല്ലേ? empty അല്ലേ ചോദിച്ചിരിക്കുന്നത്. ഹൗ മച്ച് ഓഫ് ദ ടാങ്ക് ലെഫ്റ്റ് empty എത്രയാണ്? 140 ലിറ്റർ empty ആണ്. എത്രയിൽ? 360. സോ ഇത് എത്ര കിട്ടും സാർ? 7/12.
18. സോ ഓപ്ഷൻ ഡി 7/18. ക്ലിയർ ആയോ? ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? നമുക്കറിയാം 220 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എത്രയിൽ? 360. ഇത് പോയാൽ എത്ര കിട്ടും? 11/18. നോക്കിയേ, 18 11 ഭാഗം കിട്ടി. ഇനി എത്ര ഭാഗം കിട്ടാനുണ്ട്? 7. സോ ആൻസർ വിൽ ബി വാട്ട്? 7/18. അങ്ങനെ നിങ്ങൾക്ക് ചിന്തിക്കാം. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയ മോനെ. എ പൈപ്പ് എ ആൻഡ് ബി ക്യാൻ ഫിൽ എ ടാങ്ക് ഇൻ 6 hours and 8 hours respectively. Both the pipes are open for 3 hours. Okay, after that the pipe A is closed and B continues to fill the tank. In how many hours will the tank be filled? എത്ര സമയം കൊണ്ട് എൻ്റെ ടാങ്ക് ഫില്ലാകും എന്നുള്ളതാണ് ചോദ്യം. ഇത് എളുപ്പമുള്ള ചോദ്യമാണ്. എ ബി 6 hours 8 hours. സോ എൽ സി എന്ന് പറയുന്നത് എത്രയാണ്? 24. 4 3. 3 മണിക്കൂറത്തേക്ക് ഈ ടാങ്കോ ഇത് ഓപ്പൺ ചെയ്ത് വെച്ചു. ഈ 2 പൈപ്പും 3 മണിക്കൂറത്തേക്ക് ഓപ്പൺ ചെയ്ത് വെച്ചു എങ്കിൽ എനിക്ക് എത്ര കിട്ടും സർ? ഓരോ മണിക്കൂറിൽ 7 ലിറ്റർ വെച്ചിട്ട് 3 മണിക്കൂറിലേക്കാണെങ്കിൽ എനിക്ക് എത്ര കിട്ടും? 21 ലിറ്റർ അല്ലേ? ആഫ്റ്റർ ദാറ്റ് എ ഈസ് ക്ലോസ്ഡ്. ഇനി 24 ലിറ്ററിൽ എനിക്ക് എത്രയും കൂടി കിട്ടാനുണ്ട്? 21 കിട്ടിയ സ്ഥിതിക്ക് 3 ലിറ്റർ കൂടി കിട്ടാനുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ, ഇനി എ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുവാണ്. ഇനി എന്താ? ബി ആണ് വർക്ക് ചെയ്യുന്നത്. നമുക്കറിയാം ബി എന്ന് പറയുന്നത് എന്താണ്? ഓരോ മണിക്കൂറിൽ 3 ലിറ്റർ വെച്ച് കിട്ടും. നമുക്ക് വേണ്ട എത്രയാണ്? 3 ലിറ്റർ. സോ എത്ര സമയം എടുക്കും സാർ? 1 മണിക്കൂർ. സോ 1 മണിക്കൂറും കൂടി എന്ത് ചെയ്താൽ മതി? പമ്പ് ചെയ്താൽ മതി. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എത്ര നേരം കൊണ്ട് എൻ്റെ ടാങ്ക് ഫില്ലാവുന്ന. നമുക്കറിയാം ഓൾറെഡി എത്രയാണ്? 3 മണിക്കൂർ വർക്ക് ചെയ്തിട്ടുണ്ട്. 1 മണിക്കൂറും കൂടി ഞാൻ എക്സ്ട്രാ എടുത്തു. കാരണം എന്താ? എ ക്ലോസ് ചെയ്തു, ബി വർക്ക് ചെയ്യുന്ന സമയം ഒറ്റയ്ക്ക്. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 3 + 1 4 അവർ. ഇനി ഇല്ല എങ്കിൽ ആൻസർ എന്ന് പറയുന്നത് 4 hour ആണ്. ഇനി ഇല്ല എങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾ? നമുക്കറിയാം എയും ബിയും ആണ് ആദ്യം ഓപ്പറേറ്റ് ചെയ്തത് 3 മണിക്കൂറത്തേക്ക്. ബി ക്ലോസ് ചെയ്തു. ഇനി എന്താ? എ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കറിയാം 2 പേരും കൂടി എത്രയാ? 7 ആണ്. സോ നമുക്കിവിടെ എത്ര കിട്ടി? 21. ബാക്കി ഇവിടെ 3 ലിറ്റർ പമ്പ് ചെയ്യണം. എ എന്ന് പറയുന്നത് 3 ലിറ്റർ, സോറി ബി ക്ലോസ് ചെയ്തു, സോറി എ ആണ് ക്ലോസ് ചെയ്ത്. എ ക്ലോസ് ചെയ്തു, ബി മാത്രമേ ഉള്ളൂ. ബി എന്ന് പറയുന്നത് എത്രയാണ്? 3 ലിറ്റർ വെച്ച് പമ്പ് ചെയ്യും. 1 മണിക്കൂർ വർക്ക് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? ഇവിടെ 3 ലിറ്റർ കിട്ടും. സോ ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 3 + 1 4 hours. ക്ലിയർ ആയോ? ഡൗട്ട് ഇല്ലല്ലോ അല്ലേ? ഓക്കെ, സോ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. സോ എന്ത് ചെയ്യുക? നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് ഫോർവേഡ് ചെയ്ത് കാണുക. ഞാൻ പറഞ്ഞത് മറക്കരുത്. ക്വസ്റ്റ്യൻസ് മെയിൻലി നോക്കുക, വർക്കൗട്ട് ചെയ്യുക. ഡൗട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എന്ത് ചെയ്യുക? കാണുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. സോ താങ്ക് യു വെരി മച്ച്. അടുത്ത വീഡിയോയിൽ എന്ത് ചെയ്യാം? കാണാം. സീ യു.